ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാവർക്കും വീണ്ടും വരുന്നവനായ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പ്രിയമുള്ളവരെ, ഇന്ന് നാം സൺഡേ സ്കൂൾ ടീച്ചേഴ്സ് സൺഡേ ആയി ആചരിക്കുകയാണല്ലോ. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിന് ബഹുമാനപ്പെട്ട അച്ഛന്മാരോടും കമ്മിറ്റി അംഗങ്ങളോടുമുള്ള നന്ദി അറിയിക്കുന്നു. നമ്മുടെ സൺഡേ സ്കൂളിൽ 262 വിദ്യാർത്ഥികളും 43 അധ്യാപകരുമുണ്ട്. സൺഡേ സ്കൂളിന് വേണ്ടുന്നതായ എല്ലാ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ട്രെയിനിങ്ങും ബഹുമാനപ്പെട്ട അച്ഛന്മാർ ഞങ്ങൾക്ക് നൽകി വരുന്നു. 1780 ഇംഗ്ലണ്ടിൽ റോബർട്ട് റൈറ്റ്സ് എന്ന പത്രപ്രവർത്തകൻ ആരംഭിച്ചതാണ് സൺഡേ സ്കൂൾ. അന്ന് ഇംഗ്ലണ്ടിൽ ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന തൊഴിലാളി വർഗത്തിലെ കുട്ടികൾ 6 ദിവസവും ജോലി ചെയ്ത് ഞായറാഴ്ചകളിൽ തെരുവുകളിൽ അലഞ്ഞുതിരിയുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അവർക്ക് വേണ്ടി വായനയും എഴുത്തും ബൈബിൾ പഠനവും ആരംഭിച്ചു. ഇന്ന് ലോകമെമ്പാടും സഭാവ്യത്യാസമില്ലാതെ അനേകായിരം കുഞ്ഞുങ്ങൾക്ക് വേദപഠനം അഭ്യസിക്കുന്നതിന് സഹായകമായി. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമുക്ക് ധ്യാനിക്കുവാൻ തന്നിരിക്കുന്ന വിഷയം മേക്ക് ഡിസൈപ്പിൾസ് എന്നാണ്. ശിഷ്യരെ വാർത്തെടുക്കുവിൻ അഥവാ ശിഷ്യരാക്കുവിൻ. മത്തായി എഴുതിയ സുവിശേഷം 28 അധ്യായം 20 വാക്യത്തിൽ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന യേശുക്രിസ്തുവിന്റെ ശ്രേഷ്ഠ നിയോഗത്തിൽ ഗുരുത്വം, ശിഷ്യത്വം എന്ന 2 ആശയങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്നു. അറിവ് പകർന്നു നൽകുന്ന വ്യക്തിയാണ് ഗുരു. ഗുരുവിൽ നിന്ന് അറിവ് നേടുന്ന ആളാണ് ശിഷ്യൻ. ഗുരുവും ശിഷ്യനും തമ്മിൽ അഭേദ്യമായ ഒരു ബന്ധമുണ്ട്. ഗുരു ഇല്ലാതെ ശിഷ്യത്വത്തിന് നിലനിൽപ്പില്ല. ഒരു ശിഷ്യനെ വാർത്തെടുക്കുവാൻ ഒരു നല്ല ഗുരുവിന് മാത്രമേ സാധ്യമാകുകയുള്ളൂ. അച്ഛന്മാർ, സൺഡേ സ്കൂൾ ടീച്ചേഴ്സ്, സുവിശേഷ പ്രവർത്തകർ, മാതാപിതാക്കൾ, ഇങ്ങനെ ബാല്യം മുതൽ വാർദ്ധക്യം വരെയും അറിവ് പകർന്നു നൽകുന്ന എല്ലാവരും ഗുരുക്കന്മാരാണ്. ഇവിടെ ഇന്ന് നാം ആത്മീയ വളർച്ചയ്ക്കുള്ള ഗുരു-ശിഷ്യ ബന്ധത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യേശുക്രിസ്തുവാണ് നമ്മുടെ നല്ല ഗുരു. യേശുക്രിസ്തുവാകുന്ന ശ്രേഷ്ഠ ഗുരുവിന്റെ സ്വഭാവ സവിശേഷതകളും ജീവിത രീതികളും നമ്മുടെ ജീവിതത്തിലും പകർത്തേണ്ടത് ആവശ്യമാണ്. ക്രിസ്തുവിന്റെ പഠിപ്പിക്കലുകൾക്ക് സാധാരണ പ്രവാചകന്മാർക്കോ ഗുരുക്കന്മാർക്കോ ഇല്ലാത്ത ഒരു അധികാരമുണ്ടായിരുന്നു. മത്തായി എഴുതിയ സുവിശേഷം 7 അധ്യായം 29 വാക്യത്തിൽ അവൻ അധികാരമുള്ളവനായിട്ടത്രേ അവരെ പഠിപ്പിച്ചത് എന്ന് കാണുന്നു. ക്രിസ്തു എന്ന നല്ല ഗുരുവിനെ നമുക്ക് മാതൃകയാക്കാം. ഒന്നാമതായി കർത്താവിന്റെ സ്വഭാവ സവിശേഷതകളിൽ പ്രധാനമായി കാണുന്നത് വിശുദ്ധിയാണ്. വിശുദ്ധിയിൽ ജീവിക്കുന്ന ക്രിസ്തു. ലേവ്യ പുസ്തകം 11 അധ്യായം 44 വാക്യത്തിലും 1 പത്രോസ് 1:16 ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുവീൻ എന്ന ദൈവിക കൽപ്പന കാണാം. ദൈവം വിശുദ്ധനാണ്. ദൈവത്തോട് അടുത്തു ജീവിക്കുമ്പോൾ ജീവിത വിശുദ്ധി നമുക്ക് ആവശ്യമാണ്. വിശുദ്ധിയിൽ ജീവിക്കുവാൻ ചില നിബന്ധനകളുണ്ട്. ഒന്ന്, ദൈവത്തോട് നാം അനുദിനം അടുത്ത് ജീവിക്കണം. പ്രാർത്ഥനയിലും ദൈവവചന പഠനത്തിലും നാം ഉത്സുകരായിരിക്കണം. ദൈവവചന ധ്യാനത്തിലൂടെ നമ്മുടെ ശരീരവും മനസ്സും ശുദ്ധിയുള്ളതായി തീരും. ദൈവവചനം നാം ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മുടെ ജീവിത വിശുദ്ധിയുള്ളതായിട്ട് തീരും. ക്രിസ്തുവിന് ഹിതകരമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. നമ്മുടെ ഹൃദയത്തിലെ ചിന്തകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം ശുദ്ധിയുള്ളതായി തീരും. ഒരു നല്ല ജീവിതം കാഴ്ചവെക്കുവാൻ നമുക്ക് സാധിക്കും. രണ്ടാമതായി, കർത്താവിന്റെ ജീവിതത്തിൽ പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകുന്നതായിട്ട് കാണാം. പ്രാർത്ഥനയ്ക്ക് ക്രിസ്തു പ്രാധാന്യം നൽകി. ഏത് സമയത്തും തന്റെ പിതാവായ ദൈവത്തോട് പ്രാർത്ഥനയിൽ ബന്ധപ്പെട്ടിരുന്നു. ദൈവവുമായുള്ള വ്യക്തിപരമായ ബന്ധം പുലർത്താനും ആന്തരിക സമാധാനം കണ്ടെത്താനും പ്രാർത്ഥന നമ്മെ സഹായിക്കുമെന്ന് കർത്താവ് പഠിപ്പിച്ചു. പ്രാർത്ഥനയിൽ മടുത്തുപോകരുത്, പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പീൻ, ഇടവിടാതെ പ്രാർത്ഥിപ്പീൻ എന്നീ വചനങ്ങളാൽ ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു.
പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പ്രാർത്ഥനയ്ക്ക് പ്രഥമ സ്ഥാനം നൽകണം. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിരന്തരം നാം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടത് ആവശ്യമാണ്. കുഞ്ഞുങ്ങളെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിക്കണം. ഇന്ന് രാത്രിയെ പകലാക്കി കണ്ണിനും കാതിനും ഇമ്പം നൽകുന്ന പ്രവൃത്തികളും കാഴ്ചകളുമാണ് നമുക്ക് ചുറ്റും നടക്കുന്നത്. ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തെ വാർത്തെടുക്കുവാൻ പ്രാർത്ഥന അത്യാവശ്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഈ ലോകത്തിലെ ഇമ്പങ്ങൾക്ക് പുറകെ പോകാതെ ദൈവഹിതത്തിന് അനുസരിച്ച് ക്രിസ്തുവിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ ഇടയാകട്ടെ. മൂന്നാമതായി, കർത്താവിൻ്റെ ഭാഷ, ലളിതമായ ഭാഷ. ക്രിസ്തുവിൻ്റെ പഠിപ്പിക്കലിൻ്റെ ഒരു പ്രത്യേകത ലളിതമായ ഭാഷയാണ്. സങ്കീർണമായ ദൈവശാസ്ത്ര ആശയങ്ങളെ വളരെ ലളിതമായി സാധാരണക്കാർക്ക് മനസ്സിലാക്കത്തക്ക വിധം ഉപമകളിലൂടെയും കഥകളിലൂടെയും കർത്താവ് പഠിപ്പിച്ചു. കേവലം വാക്കുകളിലൂടെയല്ല, മറിച്ച് ജീവിതത്തിലൂടെ കർത്താവ് മാതൃക കാണിച്ചു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 22-ാം വാക്യത്തിൽ അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ട ലാവണ്യ വാക്കുകൾ നിമിത്തം അവർ ആശ്ചര്യപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ലാവണ്യ വാക്കുകൾ, ഗ്രഷ്യസ് വേർഡ്സ്, കൃപാപൂർണമായ, സ്നേഹപൂർണമായ, ദയാപൂർണമായ എന്നൊക്കെയാണ് അർത്ഥം. സ്നേഹം, ദയ, ക്ഷമ, കരുണ, എളിമ എന്നിവയെല്ലാം കർത്താവിൻ്റെ സ്വഭാവ സവിശേഷതകളാണ്. ഇവയെല്ലാം സ്വന്തം ജീവിതത്തിലൂടെ കാണിച്ച് കർത്താവ് നമുക്ക് മാതൃകയായി. ഈ ശ്രേഷ്ഠ ഗുരുവായ കർത്താവിൻ്റെ വാക്കുകളും പ്രവൃത്തികളും എത്രമാത്രം കരുതലും സ്നേഹവുമുള്ളതാണെന്ന് നോക്കിക്കേ. മനുഷ്യവർഗത്തോടുള്ള സ്നേഹവും ദൈവഹിതത്തോടുള്ള അനുസരണവും യേശുവിൻ്റെ കുരിശുമരണത്തിൽ പ്രകടമായി. ഒരുത്തൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്ന് കർത്താവ് പറഞ്ഞു. യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവർക്കുള്ള പ്രതിഫലം എന്താണെന്നറിയാമോ? ഈ ലോകത്തിൽ കുരിശും നിത്യതയിൽ നിത്യാനന്ദവുമാണെന്ന് വാഗ്ദത്തം നൽകി. കർത്താവ് സമൂഹത്തിൽ ഒറ്റപ്പെട്ടവരെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും കുഷ്ഠരോഗികളെയുമെല്ലാം ചേർത്ത് നിർത്തി സ്നേഹവും കരുതലും നൽകി. ഈ മാതൃക ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരായ നാമും പിന്തുടരണം. എല്ലാവരോടും സ്നേഹത്തിലും സന്തോഷത്തിലും ആയിരിക്കണം. ഇന്ന് നാം വായിച്ചു കേട്ട 1-ാം വേദഭാഗം 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 11 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ ഏലിയാവ് ഏലിശയെ തൻ്റെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്നതാണ് നാം കാണുന്നത്. ഒരു രാജ്യത്തെ മുഴുവൻ വെല്ലുവിളിച്ച് സത്യദൈവം ആരാണെന്ന് കാണിച്ചു കൊടുത്ത ഏലിയ പ്രവാചകൻ, ഇത്ര ധീരനായ ഏലിയ പ്രവാചകൻ ഇസബേൽ എന്ന സ്ത്രീയുടെ ഭീഷണിക്ക് മുന്നിൽ നിന്ന് ഭയന്നോടി മരുഭൂമിയിൽ ഒരു ചൂരച്ചെടിയുടെ കീഴിൽ അഭയം തേടുന്നതായ ഒരു അവസ്ഥ, ഒറ്റപ്പെടലിൻ്റെതായ ഒരു അവസ്ഥ. അല്പസമയത്തേക്ക് ഏലിയാവ് മാനസികമായും ശാരീരികമായും ആത്മീകമായും തളർന്നുപോയി. ആരുമില്ലാത്ത ഒരു സമയം ഏലിയാവിനെ ശക്തീകരിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കവിടെ കാണുവാൻ കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഈ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ കൂടെ കടന്നു പോകേണ്ടി വന്നിട്ടില്ലേ? എല്ലാവരും ഉണ്ടായിട്ടും ആരുമില്ലാത്ത ഒരു ഏകാന്തത. അപ്പോൾ നാം മാനസികമായും തളർന്നു പോയിട്ടില്ലേ? ആത്മീകമായിട്ടും നമുക്കൊന്ന് പ്രാർത്ഥിക്കുവാനോ വേദവചനം വായിക്കുവാനോ സാധിക്കാതെ ഇരുന്നിട്ടില്ലേ? ചിന്തിക്കുക. ഏലിയാവിനെ ശക്തീകരിച്ച ദൈവം ഇന്നും നമുക്കുണ്ടെന്ന്, ജീവിക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് നാം മനസ്സിലാക്കുക. മരുഭൂമിയിൽ ചൂരച്ചെടിയുടെ തണലിലിരിക്കുന്നതായ ഏലിയാവിന് ചൂടുള്ള അടയും ഒരു തുരുത്തി വെള്ളവും ദൈവത്തിൻ്റെ ദൂതൻ കൊണ്ടു കൊടുക്കുന്നു. ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം, വിശ്രമം എന്നിവ ദൈവം തമ്പുരാൻ അവന് നൽകുന്നു. അതിനുശേഷം ആ ബലത്തിൽ ഏലിയാവ് 40 രാവും 40 പകലും നടന്ന് ഹോറേബിൽ എത്തുന്നു. അതിനുള്ള ശക്തി ദൈവം അവനെ കൊടുത്തു. ഈ ശക്തിയുള്ള ദൈവം നമുക്കുണ്ടെന്ന ബോധ്യം നമുക്കുണ്ടായിരിക്കണം പ്രിയരെ. അതിന് ദൈവവചനം നാം ദിനംതോറും വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യണം.
പിന്നീട് അവിടെയും ദൈവം ഏലിയാവിനെ സന്ദർശിക്കുന്നു. സ്വർഗത്തിൽ നിന്നും തീ ഇറക്കി യാഗവസ്തുവിനെയും വെള്ളത്തെയും ദഹിപ്പിച്ച ധീരനായ ഏലിയാവിൻ്റെ വിചാരങ്ങൾക്ക് അപ്പുറമായിട്ട് ഒരു മൃദുസ്വരമാണ് കേൾക്കുവാനിടയാകുന്നത്. കൊടുങ്കാറ്റ്, ഭൂകമ്പം, തീയ് ഇവയിലൊന്നും യഹോവ ഇല്ലായിരുന്നു. എന്നാൽ ഏലിയാവിൻ്റെ വിചാരങ്ങൾക്ക് അപ്പുറമായി ഒരു മൃദുസ്വരത്തിൽ ഏലിയാവിനോട് ഇടപെടുന്ന ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിയും. ഏലിയാവിനോട് ചോദിക്കുന്നു, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം? ഒരു മൃദുസ്വരം അദ്ദേഹം കേൾക്കുവാനിടയായി. സോഫ്റ്റ് വോയിസ്, ജെന്റിൽ വോയിസ്. പ്രിയമുള്ളവരെ, നാമും പലപ്പോഴും ഇങ്ങനെ മൃദുസ്വരം കേൾക്കാറില്ലേ? എന്നാൽ അത് നാം അവഗണിച്ചു കളയുകയല്ലേ പതിവ്? ദൈവത്തിന് ഇഷ്ടമില്ലാത്ത സ്ഥലങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ മൃദുസ്വരത്തിൽ മകനെ, മകളെ, ഇവിടെ നിനക്ക് എന്ത് കാര്യമെന്ന സ്വരം കേട്ടിട്ടും നാം അവഗണിച്ചു കളയാറില്ലേ? ചിന്തിക്കാം പ്രിയരെ ഒരു നിമിഷം. പ്രിയമുള്ളവരെ, ദൈവഹിതത്തിന് ഇഷ്ടമില്ലാത്ത ഫ്രണ്ട്ഷിപ്പ്, സംസാരങ്ങൾ നാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. യേശുക്രിസ്തു നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ കർത്താവിന് ഹിതകരമല്ലാത്തതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദൈവം ഏലിയാവിനോട് ചില കാര്യങ്ങൾ ഏൽപ്പിക്കുകയാണ്. സാഫാത്തിന്റെ മകനായ ഏലീശയെ നിനക്കു പകരം പ്രവാചകനായി അഭിഷേകം ചെയ്യണം. ഏലീശയെ ശിഷ്യത്വത്തിലേക്ക് വിളിക്കുന്ന കാഴ്ചയാണ് നാം അവിടെ കാണുന്നത്. ഏലിയാവ് ദൈവകൽപ്പന അനുസരിച്ച് ഏലീശയുടെ അടുത്തേക്ക് ചെന്നപ്പോൾ ഏലീശ അവിടെ എന്ത് ചെയ്യുകയായിരുന്നു? തൻ്റെ കൃഷിസ്ഥലത്ത് കാളകളെ ഉഴുതുകൊണ്ടിരിക്കുകയായിരുന്നു. കഠിനാധ്വാനിയായ ഒരു യുവാവ്. ഏലിയാവ് ഏലീശയുടെ അടുത്ത് ചെന്നപ്പോൾ തൻ്റെ പുതപ്പ് ഏലീശയുടെ മേൽ ഇട്ടു. അദ്ദേഹത്തിന് അന്നേരം തന്നെ മനസ്സിലായി ഏലിയാവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് തന്നെ ക്ഷണിക്കുകയാണെന്ന്. ഉടനെ തന്നെ ഏലിയാവിൻ്റെ ശിഷ്യത്വം അദ്ദേഹം സ്വീകരിക്കുന്നു. തൻ്റെ മാതാപിതാക്കളോട് യാത്ര പറയുകയും മാത്രമല്ല, തൻ്റെ കാളകളെ അറുത്ത് അതിനെ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ആ കലപ്പ കൊണ്ട് തന്നെ അതിനെ പാകം ചെയ്ത് അവിടെ ഉണ്ടായിരുന്നവർക്ക് കൊടുക്കുന്നു. എന്താണ് പ്രിയരെ നാം ഇവിടെ മനസ്സിലാക്കുന്നത്? ഏലിയാവ് ശിഷ്യത്വത്തിലേക്ക് ക്ഷണിച്ച ആ നിമിഷം തന്നെ ഏലീശയുടെ തീരുമാനം അന്തിമമായിരുന്നു. ഇനി താൻ പുറകോട്ടില്ല. ദൈവം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യം വിശ്വസ്തയോടെ ചെയ്യണം. ഇനി പഴയ ജീവിതത്തിലേക്ക് ഒരു തിരിച്ചുപോക്കില്ല. കാളയുണ്ട്, കലപ്പയുണ്ട് എന്ന് ചിന്തിക്കുന്ന പഴയതിലേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുന്ന സാധ്യതകളെയെല്ലാം അദ്ദേഹം നശിപ്പിച്ചു. കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളാകുന്നവനല്ല എന്ന യേശുക്രിസ്തുവിൻ്റെ വചനം ഇവിടെ പ്രസക്തമാണ്. ഒരു സമർപ്പണമുള്ള ഒരു ഗുരുവിനെയും സമർപ്പണമുള്ള ശിഷ്യനെയും നമുക്ക് കാണുവാൻ കഴിയും. അതിനുശേഷം ഏലീശ ഏലിയാവിന് ശുശ്രൂഷ ചെയ്തു. ഇവിടെ ശിഷ്യത്വം, ഗുരു സാന്നിധ്യം ഉറപ്പുവരുത്തുന്നു. ഏലിയാവിൻ്റെ അവസാന നാളുകളിൽ യഹോവ തന്നെ എടുക്കുമെന്ന സൂചന ലഭിച്ചപ്പോൾ ഒരു നിമിഷം പോലും ഗുരുവിനെ പിരിയാതെ ഗുരുവിൻ്റെ മേലുള്ള ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് ലഭിക്കണമെന്ന അതിയായ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ ഗുരുവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശിഷ്യൻ ഏലീശ. അവസാനം അഗ്നിരഥങ്ങളും അഗ്നി അശ്വങ്ങളും കൊണ്ട് ഏലിയാവ് സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൽ നിന്ന് വീണ പുതപ്പ് ഏലീശയ്ക്ക് ലഭിക്കുവാനിടയായി. ഏലീശയുടെ ആഗ്രഹം പോലെ തന്നെ ഏലിയാവിൻ്റെ ആത്മാവിൻ്റെ ഇരട്ടി ലഭിച്ചു. സമർപ്പണവും അർപ്പണ മനോഭാവമുള്ള ഗുരുവും ശിഷ്യനും. ശിഷ്യനെന്ന നിലയിൽ ഒരു നല്ല മാതൃകയാണ് പ്രിയരെ ഏലീശ പ്രവാചകൻ. രണ്ടാം വേദഭാഗമായി വായിച്ചു കേട്ടത് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനം 16 അധ്യായം 3 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. തൻ്റെ സുവിശേഷ പ്രവർത്തനത്തിൽ തന്നെ സഹായിച്ചവരെ എല്ലാം ഓർക്കുന്ന ഒരു പൗലോസിൻ്റെ മനസ്സ്, പ്രത്യേകമായി പ്രിസ്ക, അക്വിലാവ് എന്ന ദമ്പതികൾ. കൊരിന്തിൽ തൻ്റെ കൂടെ സഹപ്രവർത്തകരായിരുന്നു അവർ. തൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയധികം സഹായിച്ചവർ ആണ് അവരെ ഓർക്കുന്ന പൗലോസിനെ നമുക്ക് കാണുവാൻ കഴിയും.
പ്രിയമുള്ളവരെ, നമ്മുടെ ആത്മീയ വളർച്ചയിൽ നമ്മെ സഹായിച്ചവരെ നാം ഓർക്കാറുണ്ടോ? നമ്മുടെ പ്രാർത്ഥനയിൽ അവരെ വഹിക്കാറുണ്ടോ? നമ്മെ ആത്മീയമായി വളർത്തുകയും നമ്മെ ആത്മീയ ജീവിതത്തിലേക്ക് വളരുവാൻ സഹായിക്കുവാൻ പ്രാർത്ഥനയിൽ ഓർത്തവരെയും നമ്മുടെ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനെയും അച്ഛന്മാരെയും സുവിശേഷ പ്രവർത്തകരെയും എല്ലാം നാം ഓർക്കാറുണ്ടോ? പ്രിയരെ, നാം അവരെയെല്ലാം ദൈവസന്നിധിയിൽ നാം അവർക്കായി സ്തോത്രം ചെയ്യുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസിനെ കുറിച്ച് നമുക്ക് അറിയാമല്ലോ. ആദ്യത്തെ രക്തസാക്ഷിയായി തീർന്ന സ്തേഫാനോസിനെ കല്ലെറിയുന്ന സമയത്ത് പൗലോസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് ദമസ്കോസിലേക്കുള്ള യാത്രാമധ്യേ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിനെ കണ്ട നിമിഷം മുതൽ മറ്റൊരു വ്യക്തിയായി തീർന്നു. അനേകം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടി. കർത്താവിന് വേണ്ടി അനേകം കഷ്ടപ്പാടുകൾ സഹിച്ചു. കഷ്ടത, പട്ടിണി, അടി, കാരാഗ്രഹവാസം എല്ലാം അനുഭവിച്ചു. തിമോഥെയോസ്, തീത്തോസ് എന്ന ശിഷ്യന്മാരെ വാർത്തെടുത്തു. തിമോഥെയോസിനെ മകനെ പോലെയാണ് അദ്ദേഹം കണ്ടത്. ശിഷ്യനെ ഒരു മകൻ എന്ന നിലയിൽ കാണുന്ന ഗുരു. എൻ്റെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എൻ്റെ ആത്മീയ ജീവിതത്തെ ഏറ്റവും അധികം പ്രോത്സാഹിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. മഴയും വെയിലും ഗണ്യമാക്കാതെ ഞങ്ങളെ കൈപിടിച്ച് സൺഡേ സ്കൂളിലും ആരാധനയ്ക്കും കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നു. എൻ്റെ സൺഡേ സ്കൂൾ പഠനത്തിന് ശേഷം സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നതിനും ദൈവവചനം പ്രസംഗിക്കുന്നതിനും എല്ലാം പ്രോത്സാഹനവും തന്നത് എൻ്റെ അമ്മയാണ്. പ്രിയരെ, അതൊരു നിയോഗമാണ്. ആ നിയോഗം നമ്മളിലുമുണ്ട്. നാം അത് നമ്മുടെ തലമുറ പകർന്നു നൽകണം. നമ്മുടെ മക്കൾക്ക് മാതൃക കാണിച്ചു കൊടുക്കണം. നമ്മുടെ കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂളിലും ആരാധനയ്ക്കും കൊണ്ടുവരണം. ഇന്നത്തെ ലോകത്തിൽ ഒരു വേർതിരിക്കപ്പെട്ട സമൂഹത്തെ വാർത്തെടുക്കുവാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥനയിൽ മടുത്തുപോകരുത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നാം നിരന്തരം പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് തിമോഥെയോസിനോട് പറയുന്ന ഒരു വാചകമുണ്ട്. സത്യവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായി ദൈവത്തിന് കൊള്ളാകുന്നവനായി ജീവിക്കുക എന്ന് പൗലോസ് ഉപദേശിച്ചത് നമുക്കിവിടെ ഓർക്കാം. നല്ല ഗുരുവായ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വഭാവ സവിശേഷതകളും ജീവിത രീതിയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുകയും കുഞ്ഞുങ്ങളെ ക്രിസ്തുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരും സമൂഹത്തിൽ നല്ല വ്യക്തികളായി മാതൃകയുള്ളവരായി ജീവിക്കുവാൻ അവരെ സഹായിക്കണം. ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. സഹായിക്കട്ടെ. സ്നേഹം, സന്തോഷം, സമാധാനം, ക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം എന്നീ ആത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നവരാകട്ടെ നമ്മുടെ കുഞ്ഞുങ്ങൾ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.